നമ്മുടെ ചാർജസും ഡോക്ടർ ചാർജസും ഒഴിവാക്കി അതിന് ഉപയോഗിക്കുന്ന മെഡിസിൻ ആൻഡ് കൺസ്യൂമേഴ്സ് മാത്രമെങ്കിലും ഈടാക്കിക്കൊണ്ട് നമ്മൾ ചികിത്സ മുന്നോട്ട് പോകും. അതിൽ നമ്മളെ സഹായിക്കാൻ ഞാൻ ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത്തരം പേഷ്യൻസ് വരുമ്പോഴത്തേക്കും. അപ്പോൾ അതിനും കൂടി ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ തന്നെ എടുക്കുന്നുണ്ട്. അപ്പം ഇതുവരെ എനിക്ക് കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ ഹെൽത്ത് കെയർ കരിയറിൽ അത്തരം പൈസ ഇല്ലാത്തൊരു പേഷ്യൻറ്റിനെ എനിക്ക് ഡിനൈ ചെയ്യേണ്ടി വന്നിട്ടില്ല. ദൈവഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രാർത്ഥന എല്ലാവരും ഉണ്ടാവാം. ഇതുവരെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്, അതിപ്പോൾ 20 ലക്ഷം രൂപ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കുട്ടിക്ക് ചിലപ്പോൾ 1 രൂപ പോലും കയ്യിലെടുക്കാൻ അല്ലാതെ കുട്ടികളെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അവരെ ചെയ്തിട്ടുമുണ്ട്. എങ്ങനെയൊക്കെ ഫണ്ട് അവർക്ക് വേണ്ടി റേസ് ആയിട്ട് പോകും. അത് ഇത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നു. കൂട്ടായ്മയിൽ നമ്മുടെ ഡോക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു ഓപ്പൺ ഡിസ്കഷനിൽ നമ്മൾ ഇങ്ങനെ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സഹായിക്കാൻ സന്നദ്ധരായ ഒരുപാട് ആൾക്കാർ. പല ഹോസ്പിറ്റലും നമ്മൾ കണ്ടിട്ടില്ല ഡെഡ് ബോഡി വിട്ടുകൊടുക്കാത്ത സാഹചര്യം, അല്ലെങ്കിൽ സർജറിക്ക് മുമ്പേ തന്നെ ഇത്ര പേയ്മെന്റ് അഡ്വാൻസ് ചെയ്താൽ മാത്രം ഓക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരൂല, പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ. സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റർ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ വേണ്ടത്. ഇപ്പൊ ഞാനത് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വഴികൾ താനേ ഉണ്ടാവും. പക്ഷെ ഞാൻ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് കാത്തു നിൽക്കുകയാണെങ്കിൽ എല്ലാവരും കാത്തു നിൽക്കത്തില്ല. സോ ഹൂ വിൽ ബിൽഡ് ദ കാറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ആ ധൈര്യം എടുക്കും. അതിന് നഷ്ടം വന്നാൽ ആ നഷ്ടം സഹിക്കുക തന്നെ.